Yes. Okay. അപ്പോൾ നമ്മൾ രണ്ട് കേസസ് കണ്ടു. ഒന്ന് ഫസ്റ്റ് കേസിന്റെ കേസിൽ ജസ്റ്റ് ഒരു സിമ്പിൾ കാൻഡിലിവർ ബീമിനെ n നമ്പർ ഓഫ് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു ട്രയാങ്കുലർ കാൻഡിലിവറിനെ n നമ്പർ ഓഫ് പീസസ് ആയിട്ട് കട്ട് ചെയ്ത ഒരു കേസായിരുന്നു. അപ്പൊ അതില് രണ്ട് കേസസ് പ്രോബ്ലം എടുക്കുമ്പോൾ അത് പെട്ടെന്ന് ക്ലിയർ ആകും കേട്ടോ. പിന്നെ നമ്മള് പിന്നെ ഗ്രാജുവേറ്റഡ് ലീവ്സും അതുപോലെ ഫുൾ ലെങ്ത് ലീവ്സും വരുന്നൊരു കേസാണ്. നൗ ഇങ്ങനെ തേർഡ് കേസിലേക്ക്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പ്രശ്നം തീരുന്നില്ല, ഇവിടെയും ലീവ് സ്പ്രിങ്ങിന്റെ ഡിസൈനിന്റെ പ്രോബ്ലങ്ങൾ തീരുന്നില്ല എന്ന് വെച്ചാൽ സ്ട്രെസ്, ദർ ഇസ് എ വേരിയേഷൻ ഇൻ ദ സ്ട്രെസ്, റൈറ്റ്? ദ സ്ട്രെസ് ആക്ടിങ് in the full length leaves is very high compared to that is acting in the graduated leaves, right? Now അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് അടുത്ത പ്രശ്നം, അടുത്ത കാര്യം അല്ലെ. സോ ഫോർ ദാറ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനാണ് ഈ നിപ്പിംഗ് ഓഫ് ലീവ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ഇത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം, സോ ഇനീഷ്യലി the full length leaf is given an initial curvature. Okay, so initially see ഇവിടെയാണ് ഫസ്റ്റ് ഇനീഷ്യൽ പൊസിഷൻ ആയിരിക്കും. നമ്മൾ ഈ പൊസിഷൻ 1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ദിസ് ഇസ് ഇനീഷ്യൽ പൊസിഷൻ. ഓക്കെ, initial position. Now it is actually given a preload, okay, some WB, a preload is applied such that it is given an initial curvature. Okay, dotted lines കാണിക്കുന്നത് final position ആണ്. Okay, after application of initial load. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇതിനെ ഒന്നുകൂടെ നമ്മൾ ഇനീഷ്യലി അതിലൊരു ബേസിക് കർവേച്ചർ ഉണ്ട്, അത് കൂടാതെ ഒരു അഡീഷണൽ കർവേച്ചർ കൊടുക്കുകയാണ് by giving an additional load, right? Now when this additional load is given, it gets curved something like this, right? So ഒരു മിനിറ്റ്, അതിന് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം അറിയാണ്ട്, നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ യു ആർ ഗോയിങ് ടു മേക്ക് ദ സ്ട്രെസ് ഈക്വൽ അല്ലെ. ഇവിടെ ഉള്ളൊരു പ്രശ്നം, ഇവിടെ നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സ്ട്രെസ് ആക്ടിങ് ഇൻ ഫുൾ ലെങ്ത് ലീവ്സ്. ഓക്കെ, ഫുൾ ലെങ്ത് ലീഫ് is 50% higher than graduated leaves. Okay, so what the objective is to make this stress equal. Okay, to make the stress equal, right? See, this can be done actually in two ways. Stress equal ആക്കാൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് first thing is to decrease the thickness of this main leaf or full length leaves. Okay, first ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം is to decrease the thickness of full length leaf. Thickness കുറച്ചാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം, യുവർ സ്ട്രെസ് ഈസ് ഗിവൺ ബൈ m/i into y max. ഓക്കെ, ഇവിടെ y max എന്ന് പറയുന്നത് തിക്നെസ് ആണ് അല്ലെ, right? Thickness by 2, t by 2, right? Half distance ആണ്, right? Now if you decrease the thickness, what happens is when you decrease the thickness, what happens is your stress value will also decrease. Okay, അതൊരു മെത്തേഡാണ് അതിന്റെ തിക്നെസ് കുറക്കാന്നുള്ളത്. പക്ഷെ തിക്നെസ് കുറക്കുന്നത് പ്രാക്ടിക്കലി ബാക്കി കാര്യങ്ങളെ എഫക്ട് ചെയ്യും അല്ലെ. തിക്നെസ് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ even again the shear failure will increase അല്ലെ. This probability of getting failed due to the shear will increase, right? അപ്പൊ അതൊരു നല്ലൊരു സജഷൻ അല്ല. എന്തോ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും എന്ന് വെച്ചാൽ സ്ട്രെസ് ഈക്വൽ ആക്കാം എന്ന് പറയാമെങ്കിലും ഇറ്റ് വിൽ ഫെയിൽ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഈ പറയാൻ പോകുന്ന സാധനം, വിച്ച് ഇസ് ഗിവിംഗ് an additional curvature. Okay, giving it an additional curvature, and the process is called nipping. Okay, so in nipping what we do is we give an additional force. An additional force is applied on this one, and it is given an additional curvature. Okay, the dotted line specifies an additional curvature to the main leaf or the full length leaf. Okay, now what happens is when an external load acts on the leaf spring. Okay, see, the external load act ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സെന്ററിലല്ല. when the external load acts on the spring, okay, something like this. Okay, when a load acts on the spring, what happens is the movement, an upward moment will act on this one, right? ഇവിടുന്ന് ഒരു upward motion വരും, right? when a load is acting on this two ends, right? അല്ലേ? സോ ഇതാണ് ആക്ച്വൽ കേസിൽ സംഭവിക്കുക. ഇത് സംഭവിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇനീഷ്യലി it is given an initial curvature and then it is bolted. Okay, ഇത് ഒരു കർവേച്ചർ കൊടുത്തിട്ട് രണ്ട് എൻഡിലും ബോൾട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്, right? using the center bolt. Now when an additional load is acting, so when a load is acting over this point, okay, so what happens is
this initial curvature, നമ്മൾ ഇനീഷ്യൽ ഒരു WB കൊടുത്തിട്ട് ഇവിടെ കർവ് ചെയ്തിട്ടുള്ള ഇത് അങ്ങ് റിലീവ് ആവും. ഇതിനെ കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ് ഇനീഷ്യലി അതങ്ങ് റിലീവ് ചെയ്ത് പോകും. അതിനുശേഷം മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇതിലേക്ക് സ്ട്രെസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, ഈ ഓരോ ലീഫിലേക്കും സ്ട്രെസ് വരുന്നതിന് മുമ്പേ that initial stress which is given, initial load which is given get relieved. Okay, so in that way, and this gap is adjusted in such a way that this nip is adjusted in such a way that it equalizes the stress. It equalizes the stress on leaf spring. Okay, so ഇതാണ് ബേസിക് പ്രോസസ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇനീഷ്യലി ഫസ്റ്റ് ഏറ്റവും ഫുൾ ലെങ്ത് ലീവിന് ഒരു കർവേച്ചർ കൊടുക്കുന്നു. കർവേച്ചർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം അതിനെ കംപ്ലീറ്റ് ആയിട്ട് ബോൾട്ട് ചെയ്ത് വെക്കുന്നു. റൈറ്റ്, ആ ഒരു അറേഞ്ച്മെന്റ് ആണ് നമ്മൾ പിന്നെ വെഹിക്കിളിൽ അറ്റാച്ച് ചെയ്യുന്നത്. ലോഡ് ആക്സ് അല്ലെ, രണ്ട് എൻഡിലും ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇനീഷ്യലി ഈ ഡിഫ്ലക്ഷൻ റിലീവ് ആവും. ഓക്കെ, ഇനീഷ്യലി ഇതിൽ സ്ട്രെസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. എന്താ ചെയ്യുക, ഇനീഷ്യലി ഡിഫ്ലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡിഫ്ലക്ഷൻ റിലീവ്ഡ് ആയിട്ട് ഇനീഷ്യൽ പുതിയ പൊസിഷനിലേക്ക് വരും. ഓക്കെ, അത് വരാനാണ് എക്സ്ട്രാ ഇതിലേക്ക് വരുന്ന എക്സ്ട്രാ ലോഡ് ഇവിടെ കൺസ്യൂം ചെയ്യപ്പെടും. അതിനുശേഷമാണ് കംപ്ലീറ്റ് ലീഫ് സ്പ്രിംഗിലേക്ക് സ്ട്രെസ് ജനറേറ്റ് ചെയ്യപ്പെടുക. സോ ഇൻ ദാറ്റ് വേ the complete setup will be stressed equally. Right, ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ക്ലിയർ ആണോ ഇത്? നിപ്പിംഗ് ഓഫ് ലീഫ് സ്പ്രിംഗ് പ്രോസസ് ക്ലിയർ ആണോ? അല്ല, എങ്ങോട്ട് റിലീഫ് ആവും? മുകളിലോട്ട് താഴോട്ട്? നമ്മളിപ്പോ ഇവിടെ കൊടുക്കുന്നത് പറയാം. ഇവിടെ ഇതാണ് ഗ്രാജുവേറ്റഡ് ലീഫ് അല്ലെ, അതിന്റെ താഴെയുള്ള ഗ്രാജുവേറ്റഡ് ലീഫാണ് ഇത്. ഓക്കെ, ഇതിന്റെ മുകളിലുള്ള ഫുൾ ലെങ്ത് ലീഫ് അതിന്റെ ഇനീഷ്യൽ ബേസിക് കർവേച്ചർ ഇതാണ്. റൈറ്റ്, ഇതില് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഒരു ലോഡ് അങ്ങ് അപ്ലൈ ആണ്. ഒരു അഡീഷണൽ ലോഡ് അപ്ലൈ ചെയ്ത് അഡീഷണൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ ഒരു അഡീഷണൽ ലോഡ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പൊസിഷൻ മാറി. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ എക്സ്റ്റേണൽ ലോഡ് ഈസ് ആക്ച്വലി സ്റ്റോർഡ് ഇൻ ദിസ് ബീം അല്ലെ. കാരണം ഇത് ഇനീഷ്യൽ പൊസിഷനിലാകുമ്പോൾ ഈ ഫസ്റ്റ് പൊസിഷനിലാവുന്ന സമയത്ത് അതിൽ വേറെ എക്സ്റ്റേണൽ ലോഡ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അത് ഫ്രീ ആണ്, അതിന്റെ ഏറ്റവും മിനിമം എനർജി സ്റ്റേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ റെസ്റ്റിംഗ് പൊസിഷൻ ആണത് അല്ലെ. പക്ഷെ ഇതിന്റെ മുകളിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതുപോലെ ഡിഫ്ലക്ട് ആവുന്ന സമയത്ത് ഡിഫ്ലക്ട് ആവും. അത് കൂടാതെ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ബോൾട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും. സോ ദാറ്റ് മീൻസ് ഈ മെറ്റീരിയലിനകത്ത് ദർ ഇസ് എ സ്റ്റോർഡ് എനർജി അല്ലെ. ഇതിന്റെ അകത്ത് ദർ ഇസ് എ സ്റ്റോർഡ് എനർജി. റൈറ്റ്, അപ്പൊ ഞാൻ എപ്പോഴാണോ ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ബോൾട്ട് ഒന്ന് ലൂസ് ആക്കി കൊടുക്കുകയാണെങ്കിൽ അത് റിലീവ് ആവും അല്ലെ. റൈറ്റ്, നോ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ രണ്ട് ഡയറക്ഷനിൽ ലോഡ് ആക്ട് ചെയ്യും. സോ ഈ രണ്ട് ഡയറക്ഷനിൽ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് there is an upward reaction acting from this point. Now when the upward reaction acts, what happens is ഈ beam, the complete leaves will deflect upwards അല്ലെ, upward deflect ചെയ്യും. No, upward deflect ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ താഴെയുള്ള ഗ്രാജുവേറ്റഡ് ലീവ്സിലൊക്കെ സ്ട്രെസ് ജനറേറ്റ് ചെയ്ത് തുടങ്ങും അല്ലെ. സ്ട്രെസ് ആക്ടിങ് ഓൺ ഗ്രാജുവേറ്റഡ് ലീവ്സിൽ സ്ട്രെസ് ആക്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അപ്പോഴൊന്നും ഏറ്റവും ടോപ്പിലുള്ള മെയിൻ ലീഫിൽ ഒരു സ്ട്രെസ്സും ആക്ട് ചെയ്യുന്നുണ്ടാവില്ല. സീറോ ആയിരിക്കും ഇനീഷ്യൽ ടൈമിൽ. ഓക്കെ, വെൻ ടൈം ഇസ് ഈക്വൽ ടു ഫോർ എക്സാമ്പിൾ 1 സെക്കൻഡ് ഗ്രാജുവേറ്റഡ് ലീഫിൽ ഒരു സ്ട്രെസ് ഉണ്ട്, അതേ സമയത്ത് ഫുൾ ലെങ്ത് ലീഫിൽ ദ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 0. അഗൈൻ ടൈം ഒരു 2 സെക്കൻഡ് ആവുന്ന സമയത്ത് ഗ്രാജുവേറ്റ് ലീഫിൽ സ്ട്രെസ് ഉണ്ട്, ഫുൾ ലെങ്ത് ലീഫിൽ ഈക്വൽ ടു 0. അങ്ങനെ എന്ത് സംഭവിക്കും, വന്ന് ഇതിന്റെ ഫ്രീ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞ് വീണ്ടും ഇതിന് അപ്വേർഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇതിൽ സ്ട്രെസ് ജനറേറ്റ് ചെയ്യപ്പെടുള്ളൂ. Okay, so in that way എന്ത് സംഭവിക്കും, in that way the stress is uniformly distributed in the leaf spring. Clear ആണോ? Right, okay. So ഈ പ്രോസസ്സിനാണ് ഈ ഗ്യാപ്പിനാണ് നിപ്പ് എന്ന് പറയാം. ഈ കംപ്ലീറ്റ് പ്രോസസ്സിനാണ് നിപ്പിംഗ് എന്ന് പറയാം. ഓക്കെ, സോ ദ എൻറ്റയർ പ്രോസസ് കോൾഡ് നിപ്പിംഗ് ഓഫ് ലീഫ് സ്പ്രിംഗ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ആസ് എ തിയറി ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്.
correct. Now ഇവിടെ കഴിഞ്ഞില്ല. അപ്പോൾ so this is actually the case 3 type of your problem. Okay, അതാണ് ഫൈനൽ ഡിസൈൻ തീരുന്ന ഫൈനൽ നമ്മളിപ്പോൾ കാണുന്ന ഫൈനൽ ലീഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നോ ഇതിന്റെ കേസിൽ see this nip distance, നമുക്കത് ഡെറിവേഷൻ ഇല്ല, your final equations ഞാൻ പറയാം. So your nip c value, okay, this c denotes the nip. Okay, now c is given by the equation c is equal to you can see from the data book. ഈ കംപ്ലീറ്റ് ഇക്വേഷൻ എൻ്റെ ഇക്വേഷൻ ഡാറ്റാ ബുക്കിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഗോ ടു 7.104. ഓക്കെ, ഇതാണ് പേജ് നമ്പർ 7.104. C equation is given by 7.104 എടുക്കാം. So equation C is given by 2WL cube divided by NEBT cube. Okay, the NIP equation is equal to C is equal to 2WL cube divided by NEBT cube. Okay, and the stress acting on the leaves. Okay, ഈ ഒരു കേസിൽ ഇനി ഫുൾ ലെങ്ത് ലീവ്സും ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന തന്നെ സ്ട്രെസ് ഈക്വലൈസ് ചെയ്യാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ യൂണിഫോം സ്ട്രെസ് ആയിരിക്കും ഫുൾ ലെങ്ത്തിലും ഗ്രാജുവേറ്റ് ലീവ്സിലൊക്കെ യൂണിഫോം സ്ട്രെങ്ത് ആയിരിക്കും. ആൻഡ് ദാറ്റ് സ്ട്രെസ് സിഗ്മ ഈസ് ഗിവൺ ബൈ 6WL ഡിവൈഡഡ് ബൈ NBT സ്ക്വയർ. ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ കേസിലെ സ്ട്രെസ്സും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കേസ് 1ലെ സ്ട്രെസിന്റെ ഇക്വേഷനും ഈ സ്ട്രെസിന്റെ ഇക്വേഷനും രണ്ടും സെയിം തന്നെയാണ്. So this stress is given by 6WL by NBT square, and that stress is same in all the leaves, irrespective whether it is a graduated leaf or a full length leaf. Okay, and the nip distance C is given by the C distance. You can use this equation 2WL cube divided by NEBT cube. Okay, now finally the force which is initially applied, initially apply the force, and that WB is given by 2 times number of full length into number of graduated into W divided by N into 2 times N number of graduated plus 3 times number of full length. This will give you the load that should be applied initially. Okay, the moon equation is seen equation data book illa. ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ ഇല്ല. ഈ സ്ട്രെസിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് കേസിലെ ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ അത് തന്നെ അങ്ങ് എടുക്കാം. ഉണ്ടല്ലോ ആ ഇക്വേഷൻ ഉണ്ടല്ലോ. ഏത് WB ഉണ്ടോ? ആ അത് PB എന്ന് പറഞ്ഞിട്ടുള്ള എവിടെ? ഇല്ലല്ലോ, പഴയതില്ല പുതിയലുണ്ട്. ലോഡ് ഓൺ ദ ക്ലിപ്പ് ബോർഡ്സ് റിക്വയർ ടു ക്ലോസ് ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നന്നായി. അതില് പുതിയ ഡാറ്റ ബുക്കിൽ ഉണ്ടെങ്കിൽ അത് ഉള്ളവരെ നോട്ട് ചെയ്ത് വെക്കാം. സിയും ഉണ്ട്. അപ്പൊ വളരെ നന്നായി, കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും കയ്യിൽ പുതിയ ഡാറ്റ ബുക്കാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സാധനം തന്നെ എടുത്താൽ മതി. ഓക്കെ, ഒറ്റ പേജിലായിട്ടില്ല. നല്ലൊരു പേജ് തന്നെ. ഓക്കെ, എന്നാ നീ ഒരു പിന്നൊന്ന് എനിക്ക് അയച്ചു തന്നെ അത്. പക്ഷെ ഇതിൽ തരാത്ത ആൾക്കാർ ഇതിൽ എഴുതി വെക്കാൻ നിൽക്കല്ലേ. എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അഥവാ ഇല്ലെങ്കിൽ അത് അഥവാ എന്തെങ്കിലും ഇക്വേഷൻ എഴുതുന്നെങ്കിൽ അവിടെ അറ്റസ്റ്റേഷൻ കൂടെ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് അഥവാ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ആളുകളുടെ കേസിൽ ഈ പുതിയ ഡാറ്റാ ബുക്കിന്റെ പേജ് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അത് അറ്റസ്റ്റ് ചെയ്ത് ഞാൻ തരാം. അത് എക്സാമിന് കേട്ടാം. ഓക്കെ, യൂണിവേഴ്സിറ്റി എക്സാമിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി ഡാറ്റാ ബുക്കിൽ ഉള്ളതുകൊണ്ട് പുതിയ എഡിഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ രണ്ട് ഇക്വേഷൻ ഉണ്ട്, യുവർ സി ഇക്വേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സിഗ്മ WBയുടെ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി. ആൻഡ് യുവർ സ്ട്രെസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിലെ ഇക്വേഷൻ തന്നെയാണ്, അത് തന്നെ ഡയറക്റ്റ് എടുത്താൽ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതാണ് 3 ഡിഫറെന്റ് കേസസ് ടു ഫൈൻഡ് പിന്നെ ലീഫ് സ്പ്രിങ്ങിന്റെ കേസ്. ഓക്കെ, ഇതിലെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ലീഫ് സ്പ്രിംഗ് ആണ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് നോട്ട് ചെയ്യാം. So your length of the leaf spring is given as 2L.
Okay, effective length. Okay, so effective length of leaf spring is given by 2L is equal to 2 times L1 minus L, small l. Okay, small l എന്ന് ഉദ്ദേശിക്കുന്നത് 2L1 minus small l ആണ്, where small l is actually the width of the branch. Okay, width of branch. Okay, when that band is used. Okay, എന്നുവെച്ചാൽ അവിടെ ഡയഗ്രത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ സെന്റർ ഡിസ്റ്റൻസ് ആണ് width of the branch. അതാണ് L. ഓക്കെ, 2L1 ടോട്ടൽ ലെങ്ത്. കാരണം ഈ ഒരു പോർഷനിൽ അതിന്റെ ഒരു സ്പ്രിംഗ് എഫക്ട് ഉണ്ടാവില്ല. ഇവിടെ സ്പ്രിംഗ് ആക്ഷൻ അല്ലെങ്കിൽ സ്പ്രിംഗ് എഫക്ട് കിട്ടുന്നത് നമുക്ക് ഇവിടെ തൊട്ട് ഇവിടം വരെയും ഇവിടം തൊട്ട് ഇവിടം വരെയും മാത്രമായിരിക്കും. Right. So it is 2L1 minus small l. Right. And again, it is also given by 2L is also equal to 2L1 minus 2 by 3L, 2 by 3L when U bolts are used. U bolt മാത്രം യൂസ് ചെയ്യുന്ന കേസിൽ your effective length is this one, 2L1 minus 2 by 3 small. Okay. Now similarly, there are equations to find the length of the smallest leaf, length of the next leaf, and all. Your length of the smallest leaf can be found using the relation length of smallest leaf is given by the equation smallest leaf is equal to effective length divided by n minus 1, effective length divided by n minus 1 plus ineffective length. Plus ineffective length. Now similarly, length of the next leaf is 2 times ineffective length. This is Kurmi ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കുർമി റെഫർ ചെയ്താൽ മതി. തൽക്കാലം ഇപ്പോഴുള്ള പ്രോബ്ലത്തിന് അതിന്റെ ആവശ്യം വരുന്നില്ല. അത് ചോദിക്കാറ് കുറവാണ്, ബട്ട് സ്റ്റിൽ നോട്ട് ചെയ്യണം, നോക്കി വെക്കണം. ഓക്കെ, ഇക്വേഷൻ ഞാൻ സെൻഡ് ചെയ്ത് തരാം. Similarly, length of the master leaf, ഇത് ഇമ്പോർട്ടന്റ് ആണ്. Length of master leaf പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലെ ലീഫ്. ഏറ്റവും ടോപ്പിലെ ലീഫിന് ലെങ്ത് എടുക്കുന്ന സമയത്ത് നോക്കേണ്ടത് 2L1 എടുത്തു കഴിഞ്ഞാൽ കഴിയില്ല. പിന്നെ എന്ത് വേണം? ഈ ഐയുടെ ഇതും കൂടെ വേണം അല്ലെ? ഈ ഒരു പോർഷന്റെ ലെങ്ത്തും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. റൈറ്റ്. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 2L1 plus pi into d plus t. Okay, pi into d plus t into 2 എന്ന് വെച്ചാൽ ഇതിന്റെ pi into d plus t പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് കിട്ടും. റൈറ്റ്. പ്ലസ് അല്ല ഇൻറ്റു 2 എടുക്കുമ്പോൾ രണ്ട് പോർഷൻ ലീഫ്. ഓക്കെ, ആ ഐ പോർഷന്റെ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, ലെങ്ത് ഓഫ് ദ മാസ്റ്റർ ലീഫ് എടുക്കുമ്പോൾ. ഓക്കെ, alright, that's it. And similarly, approximate radius of curvature and camber തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. So that is r is equal to L1 divided by 2y L1 square. Okay, L1 square by 2g എടുത്തു കഴിഞ്ഞാൽ 2y. Okay, so എടുത്തു കഴിഞ്ഞാൽ you will get the radius. Okay, radius of curvature where y is the camber distance. Okay, ഡയഗ്രത്തിലുണ്ട് camber. So this is y. Central axis na first point, first main leaf varilla distance ആണ് camber. Okay. So ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള വരുന്ന കാര്യങ്ങൾ. ഈ ഒരു ഡാറ്റാ ബുക്കിന്റെ ഈ ഒരു പേജും കൂടെ നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നോക്കാം, ഇത് 3 കേസ്, ഇവിടെ 3 കേസസ് ആയിട്ട് തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ ലീഫ് സ്പ്രിംഗിന്റെ കേസ് നമ്മൾ ഫസ്റ്റ് കേസ് ട്രീറ്റിംഗ് ദ സ്പ്രിംഗ് ആസ് എ കാന്റിലീവർ ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എടുക്കുന്ന കേസിലെ ഇക്വേഷൻസ് ഇത് രണ്ടുമാണ്. ഇതാണ് നമ്മുടെ ബെൻഡിങ് സ്ട്രെസിന്റെ ഇക്വേഷൻ, ദിസ് ഇസ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. സിമിലർലി വിത്ത് എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫ് വരുന്ന കേസിലെ 3 ഇക്വേഷൻസ് ഇത് 3 തേർഡ് കേസ് ഞാനിപ്പോ പറഞ്ഞ കേസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ വേണ്ടു പ്രോബ്ലം ചെയ്യാൻ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ അല്ലേ? First type of problem, design a leaf spring for the following specification. Okay, the total load acting is 140 kilonewton. Number of springs supporting the load is 4. Maximum number of leaves is 10. Span of the spring is 1000 mm. Permissible deflection is 80 mm. Take the Young's modulus and allowable stress in spring material as 600 megapascal. Note here. Design a leaf spring for the following specification. Total load is 140 kilonewton.
Number of springs supporting the support of load is 4. Maximum number of leaves is 10. Right. With either case, case 1 ആണോ case 2 ആണോ case 3 ആണോ ഏത് കേസ് ആയിരിക്കും അത് എങ്ങനെ കണ്ടെത്താം? നോട്ട് ചെയ്തല്ലേ? ഇല്ല, സ്പീഡ് ആക്കണേ. Okay. അല്ലേ? ഏതാ കേസ്? അല്ല, ഞാൻ പറയാം, നമുക്ക് സമയത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ കേസസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അലോവബിൾ സ്ട്രെസ് ഫോർ ദ മെറ്റീരിയൽസ് ഗിവൻ ആസ് 600 MPa. ഓക്കെ, ഒരൊറ്റ സ്ട്രെസ് വാല്യൂ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, ഒന്നാമത്തെ. റൈറ്റ്. സെക്കൻഡ് കേസ് ആണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് തരണം, അല്ലെ? ഒന്ന് ഗ്രാജുവേറ്റഡും അതുപോലെ പിന്നെ എന്താണ് ഫുൾ ലെങ്ത് ലീവ്സ് വരെ വേണം, അല്ലെ? ഇവിടെ ഈ ഒരു കേസ് അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. യുവർ സ്ട്രെസ് ഈസ് 600 MPa. ഓക്കെ, അപ്പോൾ ഗ്രാജുവേറ്റഡ് ലീവ്സിന്റെയും അതുപോലെ ഫുൾ ലെങ്ത് ലീവ്സിനെ കുറിച്ചൊന്നും ഒരു ക്ലൂവും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ you can choose your case 1. Okay, so based on case 1 type of problem, case 1 എഴുതരുത്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. Okay, right. So solving, you have the allowable stress sigma is equal to 600 MPa. Again, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ടോട്ടൽ ലോഡ് ഈസ് 140 kN എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ ലോഡ് എന്താ? W അല്ലേ? Your total load W is equal to 140 kN അല്ലേ? ശരിയല്ലേ? ആണോ? ടോട്ടൽ ലോഡ് W ആണോ? വെയിറ്റ് 2W. യെസ്, അതെ, അങ്ങനെ വേണം എടുക്കാം, അല്ലെ? ലീവ് സ്പ്രിങ്ങിന്റെ കേസിൽ യുവർ ലെങ്ത് ഈസ് 2L and the total load is 2W, right? So your total load 2W ആണ് 140 kN, or W is equal to W is equal to 70 kN എന്ന് വരും. കഴിഞ്ഞില്ല. എന്താ പറയുന്നത്? നമ്മൾ നമ്പർ ഓഫ് സ്പ്രിംഗ് സപ്പോർട്ടിംഗ് ദ ലോഡ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ഏതാണ്ട് ഇതുപോലെയാണ്. ഒരു വെഹിക്കിളിലെ 4 ടയറിലുള്ള കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 4 ടയറാണ് സങ്കല്പിക്കുന്നത്. ഓക്കെ, 4 ടയറിലും ആക്ട് ചെയ്യുന്ന കേസാണ്. അതായത് 4 ടയറിന് ചുറ്റും ലീവ് സ്പ്രിംഗ് വരുന്ന പോലത്തെ ഒരു കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? നമ്പർ ഓഫ് സ്പ്രിംഗ് സപ്പോർട്ടിംഗ് ദ ലോഡ്. ഓക്കെ, ടോട്ടൽ ലോഡ് ആക്ടിംഗ് ഇസ് okay, sorry, അല്ല ഇത് ചെറിയ അല്ല, ഇത് ഇങ്ങനെ എടുക്കരുത്, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ടോട്ടൽ ലോഡ് ഈസ് 140 kN. നമ്പർ ഓഫ് സ്പ്രിംഗ് സപ്പോർട്ടിംഗ് ദ ലോഡ് ഈസ് 4, അല്ലെ? ടോട്ടൽ ഇപ്പൊ ഒരു വെഹിക്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്തെങ്കിൽ, വെഹിക്കിളിന്റെ ടോട്ടൽ ലോഡാണ് ഇപ്പൊ പറഞ്ഞത് 140 kN. ദാറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ 4 സ്പ്രിങ്സ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ലോഡ് ആക്ടിംഗ് ഓൺ 1 സ്പ്രിംഗ് നോക്കുക, അല്ലെ? ലോഡ് ആക്ടിംഗ് ഓൺ 1 സ്പ്രിംഗ്, അല്ലെ? സോ ലോഡ് ആക്ടിംഗ് ഓൺ 1 സ്പ്രിംഗ് is equal to, which is nothing but 2W, അല്ലെ? അത് 2W ആണ്, which is equal to എന്താ? 140 divided by 4 ആണ്, അല്ലെ? മൊത്തം ലോഡ് 140 ആണ്. അത് 4 സ്പ്രിംഗ് ഷെയർ ചെയ്യുന്നുണ്ട്. 4 സ്പ്രിംഗ് ഷെയർ ചെയ്യുന്നത് പറഞ്ഞാൽ അതിൽ ഒരു സ്പ്രിംഗിന്റെ ലോഡ് എന്ന് പറഞ്ഞാൽ 140 divided by 4. Okay, so find that value. Now once that value കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക? അത് സോൾവ് ചെയ്താൽ എനിക്ക് തോന്നുന്നു 35 kN വരും. 35 kN. Now അങ്ങനെയാണെങ്കിൽ then 2W is 35 kN. 2W is 35 kN. Therefore your W is 35 by 2 kN. Okay, that's the W value, right? So the maximum number of leaves is, that is N is equal to 10. Maximum number of leaves, or direct maximum number of leaves. Span between the springs is, that means your 2L1 is equal to 1000 mm. Okay, permissible deflection. Okay, permissible deflection is 80 mm. Takes Young's modulus and allowable stress. Okay, so in the permissible deflection y തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെൽറ്റ തന്നിട്ടുണ്ട്, given ആണ്. അതുപോലെ
എന്താണ് എന്താ പെർമിസിബിൾ അലോവബിൾ സ്ട്രെസ് എന്ന് തന്നിട്ടുണ്ട്. സിഗ്മ അലോവബിൾ വാല്യൂ തന്നിട്ടുണ്ട് 600 MPa. ഫൈൻ. നൗ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഫസ്റ്റ് കേസ് ആകുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളുള്ളൂ. യുവർ സിഗ്മ അലോവബിൾ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എന്താ, സിഗ്മ ഇസ് ഈക്വൽ ടു ഡാറ്റാ ബുക്കിൽ നോക്കുക. ഫസ്റ്റ് ഇക്വേഷൻ എന്താ, 6WL ഡിവൈഡഡ് ബൈ NBT² ഇസ് ദ ഇക്വേഷൻ. നൗ W നമുക്ക് കിട്ടി, ലെങ്ത് നമുക്ക് കണ്ടെത്താം. കാരണം എന്താ 2L1 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്ത് യു ക്യാൻ ഫൈൻഡ് ദാറ്റ് L വാല്യൂ. N തന്നിട്ടുണ്ട്. റൈറ്റ്, ഓൾ യു ഹാവ് ടു ഫൈൻഡ് ഇസ് n number തന്നിട്ടുണ്ട്, സിഗ്മ അലോവബിൾ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് BT² ഇസ് ഈക്വൽ ടു 6WL ഡിവൈഡഡ് ബൈ N ഇൻറ്റു സിഗ്മ അലോവബിൾ എന്ന് പറഞ്ഞ ഫോമിൽ കിട്ടും. റൈറ്റ്. നൗ അപ്പൊ ഇവിടെ ബിയും അൺനോൺ ആണ്, തിക്നെസ്സും അൺനോൺ ആണ്. നമുക്ക് രണ്ട് കേസ് തന്നിട്ടില്ല. സിമിലർലി നമുക്ക് ഒരു റിലേഷൻഷിപ്പ് കൂടി ഉണ്ട്. എന്താ, ഡിഫ്ലക്ഷൻ. റൈറ്റ്, ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു എന്താ 6WL³ ഡിവൈഡഡ് ബൈ NEBT³ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഈ കേസിലും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ BT³ ഇസ് ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞു കിട്ടും. സോ ഫ്രം ദിസ് ടു റിലേഷൻഷിപ്പ് യു ക്യാൻ ഫൈൻഡ് ദ തിക്നെസ്. വൺസ് യു ഗെറ്റ് ദ തിക്നെസ് യു ക്യാൻ ഫൈൻഡ് ദ വിഡ്ത് വാല്യൂ. റൈറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഇത്ര മാത്രമേ ഉള്ളൂ. ചെയ്യേണ്ട കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യം, ഇത് ടോട്ടൽ ലോഡാണ് ഇത് തന്നത്. നമ്പർ ഓഫ് സ്പ്രിംഗ് 4 തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്പ്രിംഗിൽ ആക്ട് ചെയ്യുന്ന ലോഡ് നോക്കുക. ആ ഒരു സ്പ്രിംഗിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് 2W ആണ്. അപ്പൊ അതിൽ നമുക്ക് W കണ്ടെത്താം. അതിനുശേഷം പിന്നെ ഡയറക്റ്റ് ആണ് രണ്ട് ഇക്വേഷനിലെ അൺനോൺ വാല്യൂസ് കണ്ടെത്താം. രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് അൺനോണും ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാം. റൈറ്റ്, ക്ലിയർ അല്ലേ? ചെയ്തേക്കാം. കുർമിയിലെ പ്രോബ്ലം ആണ്, കുർമി റെഫർ ചെയ്യാം. ഓക്കെ അല്ലേ? സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡാക്കുന്നത്. എനിക്ക് ഇപ്പോൾ ഡ്യൂട്ടി ഉണ്ട്, എക്സാം ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ. Second type of problem, ഇതും ഇമ്പോർട്ടന്റ് ആണ്. Now a truck spring has 12 number of leaves. Okay, 2 of which are full length leaves. Again, okay, ഇതാണ് ക്വസ്റ്റ്യനിൽ വരുന്ന ഡിഫറൻസ്. മൊത്തം ലീഫ് n is equal to 12, 2 of which are full length leaves. Yes, NF വാല്യൂ തന്നിട്ടുണ്ട്, full length leaves. Okay, എന്ന് വെച്ചാൽ ഗ്രാജുവേറ്റഡ് ലീവ്സ് നമുക്ക് കണ്ടെത്താം, which is 10. Right. The spring supports are 1.05 meter. That means 2L1 is equal to 1.05 meter. And a central band, that means L is 85 mm. Okay. The central load to be 5.4 kilonewton. Central load എന്ന് പറയുമ്പോൾ 2W ആണ്, which is equal to 5.4 kilonewton. With a permissible stress, yes, permissible stress of 280 megapascal. Determine the thickness and the width of the spring leaves. The ratio of total depth to width. ഇതാണ് ഇതിലൊരു അടുത്തൊരു കേസ് വരുന്നത്. The ratio of total depth to width of the spring is given by is 3. Okay, total depth ആണ് അല്ലെ. Total depth പറഞ്ഞാൽ n into t divided by b ആണ് അല്ലെ. Number of spring into thickness എടുത്തു കഴിഞ്ഞാൽ total depth കിട്ടുക അല്ലെ. Total depth പറഞ്ഞാൽ n into t ആയി അല്ലെ, is equal to 3. Okay, ഇതിൽ നമുക്ക് ഒരു റിലേഷൻ കിട്ടും. Also determine the deflection of the spring. Right, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ബാക്കി എല്ലാ കേസും തന്നിട്ടുണ്ട്. ലെങ്ത് ഒക്കെ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. Now this is your case 2. Case 2 type of problem ആണ്. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ, so you can take the equation. Okay, permissible stress value തന്നിട്ടുണ്ട്. You can take the permissible stress value at sigma is equal to 18WL അല്ലെ. നമുക്ക് ഇവിടെ കേസിൽ കേസ് 2ന്റെ കേസ് നമ്മൾ നോക്കിയാൽ ഫോർ ദ എന്താണ് പിന്നെ ഇവിടെ അല്ല, ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ്, ഇവിടെ ആ ഒരു പെർമിസിബിൾ സ്ട്രെസ് മാത്രമേ തന്നിട്ടുള്ളൂ എന്നുള്ളതാണ് അല്ലെ. ഇവിടെ പെർമിസിബിൾ സ്ട്രെസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വിച്ച് ഇസ് 280 MPa. ഓക്കെ, ഇവിടെ നമുക്ക് ഗ്രാജുവേറ്റഡ് ലീഫിന്റെ സ്ട്രെസ്സും വേണം, ഫുൾ ലെങ്ത്തിന്റെ സ്ട്രെസ്സും വേണം, അതുപോലെ ഡിഫ്ലക്ഷൻ ഇക്വേഷനുള്ള ഡാറ്റാ ബുക്കിൽ തന്നിട്ടില്ല അല്ലെ. പക്ഷെ ആസ് പെർ ദ ക്വസ്റ്റ്യൻ യുവർ പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ ലീവ് സ്പ്രിംഗിൽ ആക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് അല്ലെ, ദിസ് ഇസ് സിഗ്മ മാക്സിമം അല്ലെ. മാക്സിമം സ്ട്രെസ് നമുക്ക് എവിടെ കിട്ടാം? യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ full length leaf അല്ലെ. So this value is for the full length leaves, which is 280 MPa. So equate this with 18WL divided by BT³ into 2 times NG plus 3NF. Okay, ബാക്കി എല്ലാ വാല്യൂസും W നമുക്ക് കിട്ടും, L വാല്യൂ കിട്ടും, ബിയും ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതിൽ നിന്ന് കിട്ടും, NGയും NF വാല്യൂ ഇവിടെ നിന്ന് കിട്ടും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക and find the unknown. Okay, similarly ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഉണ്ട് അല്ലെ. ഡിഫ്ലക്ഷൻ വാല്യൂ കണ്ടെത്താൻ യു ഹാവ് ദാറ്റ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ 12WL³ എന്ന ഇക്വേഷൻ ഉണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഡയറക്റ്റ് ആണ്, ഇത്ര മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ?
അല്ലേ? കുഴപ്പമുണ്ടോ? ഗൈസ് എല്ലാം പെട്ടെന്നായോണ്ട് പെട്ടെന്ന് അവിടെ ക്ലിയർ ആയാ ഞാൻ ഒരു പെട്ടെന്ന് ഒന്നുകൂടെ പറയാം, പക്ഷെ അടുത്ത പ്രോബ്ലം എന്തായാലും പറയാൻ കഴിയില്ല. നിങ്ങൾ ഇത് കുർമിയിലെ നാളെ എക്സാം ഉള്ളതുകൊണ്ട് തന്നെ കുർമി ടെക്സ്റ്റിലെ കാര്യങ്ങൾ അതിലെ സാമ്പിൾ പ്രോബ്ലംസ് 4 പ്രോബ്ലമേ ഉള്ളൂ. അതിൽ ആദ്യത്തെ 3